ദിവസങ്ങൾ ഇലകൊഴിയും വേഗത്തിൽ കടന്നുപോയി. ഇന്ന് സുമ പോയിട്ട് 1 മാസം കഴിഞ്ഞു. ലച്ചുവും പതിയെ സാധാരണ നിലയിലേക്ക് വന്നു. അതിന് അൽത്താഫ് വളരെ കഷ്ടപ്പെടേണ്ടി വന്നു എന്ന് മാത്രം. ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു അവൾ. ആ സമയങ്ങളിൽ അച്ഛൻ്റെ രാജകുമാരിയായിരുന്നവൾ അച്ഛൻ്റെ നഷ്ടപ്പെട്ടതോടെ അമ്മയുടെ പൊന്നോമനയായി മാറി. ആ തള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞവൾ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടതോടെ അൽത്താഫ് എത്രയോ ശ്രമപ്പെട്ടാണ് അവളെ ഇന്ന് ശരിയാക്കിയെടുത്തത്. എന്താണ് അലൂസിൻ്റെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലേ? ബെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവളുടെ മടിയിലേക്ക് ചാഞ്ഞു കിടന്നവൻ ചോദിച്ചു. അലൂസ്, ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞോ? ഷോപ്പിലെ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ടായിരുന്നു. മിക്കവാറും അവിടെ വെച്ച് തന്നെയാകും എല്ലാം തീർക്കുക. ചിലപ്പോൾ മാത്രം അതൊക്കെ വീട് വരെ എത്തും. ഇന്നത്തെ എല്ലാം നോക്കി തീർത്തു. ഉറക്കം വരുന്നില്ല എൻ്റെ പാത്തൂന്? അവളുടെ വയറിൽ മുഖം പൊഴുത്തി അവൻ ചോദിച്ചു. ലച്ചൊന്നും പിടഞ്ഞു. വയറുള്ളിലേക്ക് വലിച്ചുപോയി. അല്ലൂസേ. ലച്ചുവിൻ്റെ ശബ്ദം പോലും വിറച്ചുപോയി. ദേഹം ഒന്ന് കുളിർന്നു. കുഞ്ഞിപ്പാത്തുവേ. ലച്ചുവിൻ്റെ കാൽ പിടിച്ച് വലിച്ച് താഴ്ത്തി വീട്ടിലേക്ക് ഇട്ടു. അവൾക്ക് മേലെ ചാഞ്ഞു അൽത്താഫ്. ലച്ചു ഒന്ന് കുറുകിപ്പോയി. അതവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും ലച്ചു അവൻ്റെ മുഖം പിടിച്ചുയർത്തി. അലുസേ എന്നൊരു വിളിയോടെ അൽത്താഫിൻ്റെ ചുടികളെ പൊതിഞ്ഞു. അവനൊന്ന് ഞെട്ടി. ആദ്യമായിട്ടാണ് അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നീക്കം. കണ്ണുകളടച്ച് അവനത് സ്വീകരിച്ചു. കൊതിയോടെ ആവേശത്തോടെ അവളോട് ചേരാനുള്ള വെമ്പലോടെ. അപ്പോഴും എല്ലുകൾ നുറുങ്ങുമാർ അവളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്നു. തളർന്നു മാറിയ ലച്ചുവിനെ വിടാതെ പിടിച്ച് തിരികെ ചുംബിച്ചു തുടങ്ങിയ അൽത്താഫ്. ഏറെ നേരത്തിന് ശേഷം അവളെ മോചിപ്പിക്കുമ്പോൾ ആകെ തല്ലിക്കൊഴിച്ച പൂക്കല പോലെ വാടിപ്പോയിരുന്നു പെണ്ണ്. ചുവന്ന് വീങ്ങിപ്പോയ ചുണ്ടും പാറിപ്പറന്ന മുടിയും ചുവന്നു പോയ മുഖവും സ്ഥാനം മാറിയ വസ്ത്രങ്ങളുമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. അപ്പോഴേക്കും അവളിലേക്ക് അലിഞ്ഞു തുടങ്ങിയിരുന്നു അവളുടെ അലൂസ്. നീ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നസി? ഇവിടെ വരെ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല എന്നതോ പോട്ടെ, ആ കൊച്ചിനെ കണ്ടിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ നിനക്ക് തോന്നിയില്ലേ? ഇത്രയും കല്ലായി പോയോ നിന്റെ മനസ്സ്? അളിയൻ നിന്നെ ഇത് പറഞ്ഞാണോ ഇങ്ങോട്ട് വിട്ടത്? നാസർ ദേഷ്യത്തിൽ പറഞ്ഞു. അൽത്താഫിൻ്റെ സൂപ്പർ മാർക്കറ്റ് കാണാൻ വേണ്ടി മാത്രം വന്നതാണ് നസീമ. അന്നാണ് സുമ മരിക്കുന്നതും. പിന്നെ നേരെ അവർ മലപ്പുറത്ത് അക്ബറിൻ്റെ വീട്ടിലായിരുന്നു. ഇന്നലെയാണ് ഇങ്ങോട്ട് വന്നതും. സൂപ്പർ മാർക്കറ്റ് കാണാൻ ഇന്ന് പോയത്. അവിടെ വെച്ച് ലച്ചുവിനെ കണ്ടെങ്കിലും വീർപ്പോടെ നിന്ന് തുറച്ചു നോക്കി മുഖം തിരിച്ചു പോവുകയായിരുന്നു. ഇതറിഞ്ഞ നാസർ വഴക്കു പറഞ്ഞതാണ്. പിന്നെ ഞാൻ എന്ത് വേണം? എൻ്റെ മോനെ എന്നിൽ നിന്നും തട്ടിയെടുത്ത ആ ദാരിദ്ര്യവാസി പെണ്ണിനെ എടുത്ത് തലയിൽ വെച്ച് നടക്കണോ? അതും എൻ്റെ മോൻ ഒരു കുഞ്ഞിനെ പോലും കൊടുക്കാൻ കഴിവില്ലാത്തവളെ. നിങ്ങൾക്ക് അവൾ ദേവതയായിരിക്കും. എനിക്ക് എൻ്റെ മോൻ്റെ രക്തം മൂറ്റി കുടിക്കുന്ന പിശാശാണ് അവളെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. ആ തള്ള ചത്ത നേരം അവൾ പോയില്ലല്ലോ എന്ന എൻ്റെ വിഷമം. ഉമ്മി, നസീ. നാസറിൻ്റെ വിളിക്കൊപ്പം അൽത്താഫിൻ്റെ അലർച്ച കൂടെ കേട്ടാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. അവൻ പിന്നിൽ ഹാളിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത് കാണുന്നത് ജമീലയും ഐഷുമയും ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു. നസീമ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവനെ നോക്കി നിന്നു. നാസറാകട്ടെ ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നോർത്തുപോയി. മറ്റെന്ത് സഹിച്ചാലും ലച്ചുവിനൊരു മുള്ളുകൊള്ളുന്നത് പോലും അൽത്താഫ് സഹിക്കില്ലെന്ന് എന്നിട്ടിപ്പോൾ അവൻ കേൾക്കവേ പറഞ്ഞ വാക്ക്. അയാൾ വല്ലായ്മയുടെ അൽത്താഫിനെ നോക്കി. എന്താ ഉമ്മി പറഞ്ഞത്? ഒന്നുകൂടെ പറയ്. ഇപ്പം പറഞ്ഞത് ഒന്നുകൂടെ പറയ്. ദേഷ്യം കൊണ്ട് മുഖമാകെ ചുവന്നു. കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നസീമയെ തുറച്ചു നോക്കി അൽത്താഫ് പറഞ്ഞു. പറഞ്ഞത് എന്തായാലും പറഞ്ഞു തന്നെയാണ്. ആണല്ലേ? എൻ്റെ പാത്തൂന് എന്തെങ്കിലും പറ്റിയാൽ ഉമ്മ എന്നെ കൂടെ മറന്നേക്കണം. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം എൻ്റെ ശ്വാസമാണ് കുഞ്ഞിപ്പാത്തു. അതില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ജീവിക്കും. എൻ്റെ കൊച്ചിനെ പറയുമ്പോൾ നിങ്ങളത് ഓർക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ മറ്റൊന്നും പറയാത്തത് ഇതൊക്കെ തിരുത്തി പറയുന്നൊരു കാലം വരും. അന്ന് ഇതിന് ബാക്കി ഞാൻ പറയും. ആരെയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്ത് വർത്തമാനമാടി നീ പറഞ്ഞത്? നിനക്ക് ബോധമില്ലാണ്ടായി പോയോ? അതൊരു ചെറിയ പെൺകുട്ടിയല്ലേ, അതിനിങ്ങനെയൊക്കെ പറയാമോ? ആയിഷൂമ്മയ്ക്കും ദേഷ്യം വന്നു. ഇല്ല, നിങ്ങളൊക്കെ പോലെ അവളെ തേനെ പാലെന്ന് വിളിച്ച് കൊഞ്ചിച്ചുകൊണ്ട് നടക്കാം. ഞാനും ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ ആരെയെങ്കിലും വെറുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നാശം പിടിച്ച പെണ്ണിനെയാണ്. ജമീലയെയും നാസറിനെയും മാറി മാറി നോക്കി പറഞ്ഞിട്ട് തൻ്റെ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചഴിച്ചു നസീമ. ആയിഷൂമ്മ വേദനയുടെ ജമീലയെ നോക്കി. ഇപ്പൊ കരയും പോലെ നിൽക്കുന്ന അവളുടെ വേദന കാണി അവർക്കൊപ്പം നാസറിനും വേദനിച്ചു. പറഞ്ഞത് ലച്ചുവിനെയാണെങ്കിലും അതേ കുറവായി ഇന്നൊരുവളും ഒരുക്കിപ്പോയിരുന്നു നസീമയുടെ ദേഷ്യത്തിൽ. ഉമ്മയ്ക്ക് എന്നോട് ദേഷ്യയില്ലേ, വെറുപ്പില്ലേ? വിതുമ്പലോടെ ജമീൽ അവരെ കെട്ടിപ്പിടിച്ചു പോയി. എന്തിന്? ഒക്കെ പഠിച്ചോണ്ട് തീരുമാനമാണ്. അതിപ്പോൾ നിന്റെ കാര്യത്തിലായാലും ലച്ചുമോളുടെ കാര്യമായാലും. പിന്നെ കുറച്ച് സങ്കടം എനിക്കുണ്ട്, അതുകൊണ്ട് അകന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അല്ലാതെ
ആ പൊടിക്കൊച്ചിനോട് എനിക്കെന്ത് ദേഷ്യം. ജമീലയും ചേർത്ത് പിടിച്ചൊരു ദീർഘനിശ്വാസത്തോടെ ഐഷുമ പറഞ്ഞു. വീടിന് മുന്നിൽ കാർ വന്ന് നിന്ന ശബ്ദം കേട്ട് ലച്ചു പഠിച്ചുകൊണ്ടിരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അകത്തേക്ക് കയറി വാതിൽ അടച്ച് കുറ്റിയിട്ടു. കുഞ്ഞിപ്പാത്തുമോ എന്നൊരു വിളിയോടെ അൽത്താഫ് ലച്ചുവിനെ വരിഞ്ഞു മുറുക്കി. കാറ്റുപോലും കടക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം വരിഞ്ഞു മുറുക്കി. അയ്യോ, ഇത് എന്താ ഇത് അലുസേ? ലച്ചു അൽത്താഫിനെ തിരിച്ചു പുണർന്നുകൊണ്ട് വിളിച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. പിന്നെ ഇരു കൈവെള്ളയിലുമായി ആ മുഖം പൊതിഞ്ഞു പിടിച്ചു. മുഖമാക്കി ആവേശത്തോടെ ചുണ്ടമർത്തി. ഒടുവിൽ ആ ചുണ്ടിലെ മധുരം നുകർന്നെടുക്കുമ്പോൾ ലച്ചു അവനെ നെഞ്ചിൽ ഞെരിഞ്ഞു ചേർന്നിരുന്നു. അവൻ്റെ ഇടത് കൈ അവളുടെ പുറംകഴുത്തിൽ ചേർത്ത് തലമുടിക്കിടയിൽ നൂണ്ടു കയറി. വലത് കൈ ആ മൃദുലതയെ പൊതിഞ്ഞു പിടിച്ചു. ലച്ചു പിടഞ്ഞുപോയി. ഇടയ്ക്ക് എപ്പോഴോ ശ്വാസമെടുക്കാൻ ഒന്നകന്നു മാറി. വീണ്ടും അതുപോലെ ആ ചുടികൾ അവൻ നുകർന്നെടുത്തു. അവളെ അങ്ങനെ തന്നെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലച്ചു പിടഞ്ഞ് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ ശ്വാസം പോലും അവൻ കട്ടെടുക്കുകയായിരുന്നു. ഒടുവിൽ കിതച്ചും വിയർത്തും തളർന്നും അവളുടെ മാറിൽ തന്നെ അഭയം പ്രാപിക്കുമ്പോൾ ലച്ചു തളർച്ചയിലും കരുതലോടെ അവനെ പൊതിഞ്ഞു പിടിച്ചു. അലുസേ, എന്താ പറ്റിയത്? എന്തിനാ ഇന്ന് ഇത്രയും പരാക്രമം? ലച്ചു അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിപ്പാത്തൂന് വേദനിച്ചു അല്ലടാ. അവളുടെ മാറിലെ ചുവന്ന പാടുകളിൽ തലോടി അവൻ ചോദിച്ചു. ഇല്ലല്ലോ, എൻ്റെ അലുസല്ലേ, അപ്പോൾ എനിക്ക് വേദനിക്കൂല. അത് കേട്ട നിമിഷം ആ ചുണ്ടുകൾ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ട് അവളിലേക്ക് അമർന്നു. അൽത്താഫ് ലച്ചു ശരിക്കും ഞെട്ടിപ്പോയി. അവൻ്റെ പ്രവൃത്തിയും മുഖഭാവവും കണ്ട്. എന്താടാ? ഇത്തിരി നേരമായി അവൻ്റെ നെഞ്ചിൽ പതുങ്ങി ചേർന്ന് കിടന്നു. എന്നാൽ കണ്ണ് മാത്രം ഉയർത്തി അവരെ നോക്കുന്ന പെണ്ണിനോട് അൽത്താഫ് ചോദിച്ചു. ചിമ്മൽ അനക്ക് ഒന്നുമില്ലെന്ന് കാണിച്ചു പെണ്ണ്. കുഞ്ഞിപ്പാത്തുമോ, എനിക്കറിയാം ഈ നോട്ടം ഇന്നലെ രാത്രി ഞാൻ കാണിച്ചു കൂട്ടിയത് ഓർത്തിട്ടല്ലേ? അവളെക്കുറിച്ച് ഉയർത്തി മുഖത്തോട് മുഖം ചേർത്ത് വെച്ചു അവൻ. ഇളം ചൂടുള്ള ആ കുഞ്ഞു ശരീരം അവൻ്റെ ദേഹത്തോട് ചേർന്നമർന്നു. നാണാണോ എൻ്റെ കുഞ്ഞിപ്പാത്തുമ്മയ്ക്ക്? ചമ്മിച്ചിരിക്കുന്ന അവളെ ചുവന്ന് തൊടുത്ത മുഖത്ത് വിരൽ കൊണ്ട് തഴുകി അൽത്താഫ്. പിന്നെ കണ്ണ് ചിമ്മാതെ അവളെ കൊതിയോടെ നോക്കി. എന്തുകൊണ്ടാണ് ഈ ഒരുവളിൽ ഇത്രയേറെ അടിമയായിപ്പോയത്? ഇനി ഒരു തിരിച്ചൊപ്പക്ക് അസാധ്യമാവാം. അവൾ തന്നെ ലയിച്ചു ചേരാൻ തോന്നുന്നു. വീണ്ടും വീണ്ടും അടങ്ങാത്ത പ്രണയത്തോടെ ആ മുഖം മുഴുവനും മുത്തം കൊണ്ട് നിറച്ചു അൽത്താഫ്. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ലച്ചു ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ്. അതും കഴിയാറായി. അൽത്താഫിൻ്റെ പ്രിയം ഹൈപ്പർ മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ എതിരെയുള്ള ലക്ഷ്മി സൂപ്പർ മാർക്കറ്റ് പൊളിഞ്ഞു തീരാറായി കഴിഞ്ഞിരുന്നു. ആ മോള് കോളേജിലും നേരത്തെ ഇങ്ങോട്ട് പോന്നോ? സെക്യൂരിറ്റി ചേട്ടനാണ്. അതെ, ഇന്നിങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. ലച്ചു ചിരിയുടെ മുഖത്തോടെ തന്നെ അയാളോട് മറുപടിയും പറഞ്ഞു. കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ അൽത്താഫ് വിളിച്ചു പറഞ്ഞതും നേരെ ഇങ്ങോട്ട് വരാൻ. അത് ഇടയ്ക്കുള്ള ശീലമാണ്. ഇവിടുന്ന് രാത്രി ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. അന്ന് പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കും എന്നും പറയും. മിക്കവാറും അവൻ്റെ കുസൃതിയിൽ പഠിപ്പ് നടക്കില്ലെന്ന് മാത്രം. അലുസേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കുറേ പഠിക്കാനുണ്ടെന്ന്. പാവ ഹരിത ഇന്ന് ഒറ്റയ്ക്കാണ് പോയത്. ഓഫീസ് റൂമിനകത്തേക്ക് വന്നതും പരാതി പറഞ്ഞു തുടങ്ങി ലച്ചു. അച്ചോടാ എൻ്റെ കുഞ്ഞാ, ഇങ്ങ് വാ, ഇവിടെ ഇരുന്ന് പഠിക്ക്. നിന്റെ അലുസ് നീ പഠിക്കുന്നൊന്ന് കാണട്ടെ. ലച്ചുവിനെ വലിച്ച് മടിയിലിരുത്തി ആ കഴുത്തിൽ മുഖം കൊണ്ട് ഒന്നുരസി അവൻ പറഞ്ഞു. അയ്യേ, വിട്ടേ, ആകെ വിയർപ്പുമാണെന്നെ. അവൻ്റെ മുഖം പിടിച്ചുയർത്തി ലച്ചു. സമ്മതിക്കില്ല ഈ പെണ്ണ്. എനിക്ക് നിന്റെ വിയർപ്പ് മണം ഇഷ്ടമാണെന്ന് അറിയില്ലേ കുഞ്ഞിപ്പാത്തു? അവളെ കവളിൽ അമർത്തിന്ന് ഉമ്മ വെച്ചു. അപ്പം ആ ദേഹം ഒന്നാകിന്ന് ഞെരിച്ചു. എന്നിട്ടേ അവളെ വിട്ടുള്ളൂ. വഷളൻ. ലച്ചു അൽത്താഫിനെ നോക്കി കുറച്ചു മാറുന്നു പറഞ്ഞു. വീട്ടിൽ ചെല്ലട്ടടി. എൻ്റെ വഷളത്തരം എന്താണെന്ന് എൻ്റെ പൊന്നുമുളക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വേണ്ടെന്ന് പറയരുത്. എന്തായാലും ഇപ്പോൾ ഒരാഴ്ചയായില്ലേ ഞാൻ പട്ടിണിയായിട്ട്. അതൊന്ന് തീർക്കുന്നുണ്ട്. മേശത്തും ഒന്ന് കടിച്ചു പിടിച്ച ലച്ചുവിനെ എന്നും മയക്കുന്ന ചിരിയോടെ അവൻ പറഞ്ഞു. ഞാൻ കാത്തിരുന്നോളാം. ലച്ചുവും വിട്ടുകൊടുത്തില്ല. എന്നാൽ നമുക്ക് പോയാലോ? എവിടെ? പെണ്ണൊന്നും ഞെട്ടി. നമ്മുടെ സ്വർഗത്തിൽ. അവന് ചിരി വന്നു. പൊയ്ക്കോ അവിടുന്ന്, പോരുന്ന് ജോലി ചെയ്യും മനുഷ്യ. ലച്ചു പിടയിലൂടെ പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി. നേരെ പാക്കിംഗ് സെക്ഷനിലേക്ക് പോയി അവിടെയുള്ളവരോടൊക്കെ സംസാരിച്ച് നിന്നു. പാത്തുമോ രാത്രി വീട്ടിലേക്ക് പോകും വഴി ബുള്ളറ്റിൽ അവനെ ചുറ്റിപ്പിടിച്ച് കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അൽത്താഫ് വിളിച്ചു. എന്താ ലുസേ? കൊഞ്ചലോടെ അവൻ്റെ തൊള്ളിൽ ചാഞ്ഞിരുന്ന് ലച്ചു വിളിയും കേട്ടു. എൻ്റെ കുഞ്ഞു പാത്തുമ്മ വിഷമിക്കരുത്. ലക്ഷ്മി സൂപ്പർ മാർക്കറ്റ് വിൽക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഇന്ന് കേട്ടു. അന്വേഷിച്ചപ്പോൾ സത്യമാണ്. യാതൊരു മറുപടിയും വരാത്തപ്പോൾ അൽത്താഫിനറിയാം ആ കണ്ണുകളിൽ അച്ഛനെ ഓർത്ത് നിറഞ്ഞിട്ടുണ്ടാകുമെന്ന്. പാത്തുവേ, മൂളരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അവളുടെ മൂട് മാറ്റാനെന്ന വണ്ണം അൽത്താഫ് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന്? അവനെ കുറെ കൂടെ മുറുക്കി പിടിച്ചിരുന്ന് ലച്ചു. ആ സൂപ്പർ മാർക്കറ്റ് നമുക്കിങ്ങ് വാങ്ങിയാലോ എന്നൊരാലോചന. എൻ്റെ കൊച്ചിന് അലോസിൻ്റെ ഒരു സമ്മാനമായിട്ട്
അൽത്താഫ് പറഞ്ഞിട്ട് ലച്ചു അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. വീട്ടിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറി സെറ്റിലിരുന്ന് ലച്ചു. അവനും അവൾക്കരികിൽ വന്നിരുന്നു. പറയ് പാത്തുമ്മ, നമുക്കത് വാങ്ങിയാലോ? വേണം. എൻ്റെ അച്ഛൻ്റെ എത്രയോ കാലത്തെ കഷ്ടപ്പാടാണ് ആ സൂപ്പർ മാർക്കറ്റ് എന്നറിയോ? ഒരു ചെറിയ പലചരക്ക് കടയിൽ നിന്നും ഇത്രയും വലിയൊരു സ്ഥാപനം. അച്ഛൻ അത്രയേറെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. പിന്നെ അമ്മ എനിക്ക് എഴുതി തന്ന ഷെയർ പോയിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതിയല്ലോ. ലച്ചു പറയുമ്പോൾ കണ്ണെടുക്കാതെ അവൾ നോക്കിയിരുന്നു. അവൻ എന്തിനാ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് ലച്ചു ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, എൻ്റെ കുഞ്ഞു പാത്തുമ്മ ബിസിനസ്സൊക്കെ പഠിച്ചല്ലോ എന്നോർത്തതാണ്. ഞാനൊന്നും പഠിച്ചില്ല ലുസേ. എൻ്റെ അച്ഛൻ്റെ സ്വപ്നം അത് നഷ്ടപ്പെടരുത് എന്ന് തോന്നി, അത്രയുള്ളൂ. അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റിപ്പിടിച്ച് ആ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് നുകർന്നു. ലച്ചു അവളെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവൾ ആഗ്രഹിച്ചത് എന്തെന്ന് മനസ്സിലായ പോലെ. എന്താണ് എൻ്റെ കുഞ്ഞു പാത്തുമ്മയ്ക്ക് മൂത്തൊരു വാട്ടം? രാത്രി വീട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്ന് കൊടുത്തിട്ട് മുഖം കനിപ്പിച്ചു പോയി ലച്ചുവിനെ പിടിച്ചു നിർത്തി അൽത്താഫ് ചോദിച്ചു. ഒന്നുമില്ല, എന്നെ വിട്ടേ, എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട്. മുഖം വീർപ്പിച്ചു തന്നെ ലച്ചുവും പറഞ്ഞു. എന്ത് ജോലി? മണി 10 ഇപ്പോൾ എന്താ എൻ്റെ പെണ്ണ് ഇത്രയും ജോലി? അവൻ്റെ കൈ പിടിച്ചു മാറ്റി പോകാൻ ശ്രമിച്ചവളെ അവൻ ചുറ്റിപ്പിടിച്ചു വെച്ചു. വിട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മറന്നു പോകും. ഇനി എന്നെയും ചിലപ്പോൾ മറന്നു പോകും. അതിന് നീ എന്താ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറയും പാത്തുമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കയ്യിൽ നിന്നും ഊർന്നു പോകാൻ പിടയുന്നവളെ ദേഷ്യത്തിൽ നോക്കി അൽത്താഫ്. ഇന്ന് വൈകിട്ട് ഉമ്മയെ കാണാൻ ജനത്തിൽ പോണെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് മറന്നതും പോരാ, ഇപ്പൊ വഴക്കും പറഞ്ഞു. അവൻ്റെ കൈകളിൽ നിന്നും പിടഞ്ഞു മാറി കണ്ണം നിറച്ചു നിലച്ചു പറഞ്ഞു. അബദ്ധം പറ്റിയതുപോലെ നാവൊന്ന് കടിച്ച് ഒറ്റ കണ്ണടച്ച് അവളെ നോക്കി അൽത്താഫ്. അപ്പം സോറി മറന്നുപോയടാ, സോറി. ഉമ്മി വന്നിരുന്നു. ആൾക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ പോകാൻ, വീട്ടിൽ ഫിറ്റ് ചെയ്യാനുള്ള ലൈറ്റും മാറ്റുമൊക്കെ. അതാടാ സോറി എന്നും പറഞ്ഞ് മുന്നിൽ തലയും കൊമ്പിട്ട് നിന്നു. കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ തലയും കൊമ്പിട്ട് നിൽക്കുന്നവനെ കാണാൻ ചിരി വന്നെങ്കിലും പുറത്ത് കാണിക്കാതെ ഗൗരവം നടിച്ചിരച്ചു. നമുക്ക് നാളെയും ഉറപ്പായും പോകടാ. ഇന്ന് വൈകിട്ട് ഉമ്മയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി, സോറി. അവളെ നെറ്റി മുട്ടിച്ച് അവൻ പറഞ്ഞു. സാരില്ല, നാളെ പോകാം. ഇപ്പോൾ ചായ വേണോ അതോ കുളിച്ചിട്ട് വരുമ്പോൾ കഴിക്കാൻ എടുത്താൽ മതിയോ? കൂടുതൽ അവനെ വിഷമിപ്പിക്കാതെ ലച്ചു ചോദിച്ചു. കുളിച്ചിട്ട് ഇപ്പോൾ വരാം, നമുക്ക് കഴിക്കാം. ശരിക്കും വിശപ്പില്ല. വൈകിട്ട് ഒരു 3 മണി മുതൽ ഉമ്മയ്ക്കൊപ്പമായിരുന്നു. രാത്രി ആൾക്ക് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് നേരത്തെ കഴിക്കണം. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചിടും. എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പാത്തുവും കഴിക്കില്ല. ഇവിടെ ചെമ്പോത്തു തറവാടിൻ്റെ അടുത്തായി പുതിയ വീട് വയ്ക്കുന്നുണ്ട് അക്ബർ. അതിൻ്റെ കുറച്ച് ആവശ്യവുമായി ഉച്ചയ്ക്കാണ് നസീമ വിളിച്ചത്. പിന്നെ അതിൻ്റെ കാര്യങ്ങളുമായി തിരക്കായി. അതാണ് ലച്ചു പറഞ്ഞിരുന്നത് മറന്നുപോയത്. ഒന്ന് വിളിച്ചെങ്കിലും പറയാമായിരുന്നു പോകാൻ കഴിയില്ലെന്ന്. ഇല്ലെങ്കിൽ ലച്ചുവിനെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ആലോചനയുടെ കുളിച്ചിറങ്ങി വരുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നവളെ കാണേ പിന്നൊന്നും പറയാൻ തോന്നില്ല അൽത്താഫിനും. നാളെ ക്ലാസ്സിലല്ലോ പാത്തൂന്, നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോകാം. രാത്രി തിരികെ വരാം, എന്താ പോരെ? മതി. സന്തോഷത്തോടെ സമ്മതിച്ചവളെ കണ്ട് കുറച്ചു നേരമെങ്കിലും എൻ്റെ കുഞ്ഞിപ്പാത്തനെ മറന്നുപോയോ എന്നോർത്ത് നോവ് തോന്നി അൽത്താഫിനും. എന്താ ലൂസൈ, ആകെ ഒരു വലയമ, എന്തെങ്കിലും വിഷമമുണ്ടോ? കിടക്കാൻ വരുമ്പോൾ എന്തോ ചിന്തയിലായിരുന്നവനെ നോക്കി ലച്ചു ചോദിച്ചുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ഒതുങ്ങി കിടന്നു അവൾ. വേറെ ഒന്നുമില്ലടാ, ഉമ്മയെ കണ്ടപ്പോൾ എൻ്റെ പാത്തുമ്മയെ മറന്നുപോയെന്ന് തോന്നുന്നുണ്ടോ? ലച്ചുവിനെ ഉയർത്തിയെടുത്ത നെഞ്ചിൽ കിടത്തി പൊതിഞ്ഞു പിടിച്ചാണ് ചോദിക്കുന്നത്. എന്തിനങ്ങനെ ചിന്തിക്കുന്നത്? എൻ്റെ ലൂസേ, ഇനി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാത്തിയെന്ന് കാണാഞ്ഞിട്ട് വിളിച്ചപ്പോൾ എടുത്തുമില്ല. പിന്നെ വിളിച്ചപ്പോൾ കട്ട് ചെയ്ത് വിടുകയും ചെയ്തു. അതുകൊണ്ടാണ് സങ്കടം വന്നത്. കുറച്ചുകൂടെ ഉയർന്നു വന്ന് അവൻ്റെ മുഖത്ത് മുഴുവനും മൊത്തം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഉമ്മയാവും ഫോൺ കട്ട് ചെയ്തതെന്ന് മനസ്സിലായിരുന്നു. കുറച്ച് സമയം ബാപ്പിയെ വിളിക്കാനെന്ന് പറഞ്ഞ് ഫോൺ ഉമ്മി വാങ്ങിയിരുന്നു. ആളുടെ ഫോണിൽ നിന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു. അത് തന്നോടുള്ള ഉമ്മിയുടെ സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു അൽത്താഫ്. പിറ്റേന്ന് ലച്ചും അൽത്താഫും കൂടെ പോയി ജമീലയും നാസിനെയും കണ്ടു. അന്ന് അവിടെ നിന്ന് പിറ്റേന്നാണ് തിരികെ വന്നത്. ഇപ്പോൾ സന്തോഷമായോ എൻ്റെ പാത്തൂരും? വീട്ടിലെത്തിയ പാടെ ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് അൽത്താഫ് ചോദിച്ചു. പിന്നില്ലേ, അവർക്ക് നമ്മൾ ചെല്ലുമ്പോൾ എത്ര സന്തോഷമാണെന്ന് അറിയില്ലേ? ഇന്നലെ കണ്ടല്ലോ. ലച്ചു അവൻ്റെ മൂക്കിലൊന്നും വരച്ചു വിട്ടുകൊണ്ടു. കണ്ടല്ലോ, ഏതാണ്ട് കെട്ടിച്ചു വിട്ട മോൾ അമ്മയും അച്ഛനെയും കാണാൻ ചെല്ലുമ്പോഴുള്ള ഒരു സ്നേഹവും അഭിപ്രായവും ആണല്ലോ. ഞാനേ എൻ്റെ ഉമ്മയുടെ മോളാണ്. എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ആളപ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടമാണ്. ആണോ? അപ്പോൾ എന്നെക്കാട്ടിലും സ്നേഹമാണോ എൻ്റെ പാത്തുവിന് മാമിയെ? ആണോ? അപ്പോൾ എന്നെക്കാട്ടിലും ഇഷ്ടമാണോ എൻ്റെ പാത്തുവിന് മാമിയെ? ആണോ? ലച്ചു ആലോചനയുടെ നഖം കടിച്ചു. അത് വേണ്ട, എന്നെ കഴിഞ്ഞ് സ്നേഹിച്ചാൽ മതി ആരെയും. കുറുമ്പോടെ പറഞ്ഞിട്ട് ആ ചുണ്ടുകൾ കവർന്നെടുത്തു അൽത്താഫ്. പിന്നെ കുറുമ്പോടെ തന്നെ നോക്കുന്നവളെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി അവൻ. ദിവസങ്ങൾ കടന്നുപോയി. ലച്ചു ഫൈനൽ ഇയർ എക്സാം എഴുതാൻ തയ്യാറായി. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിന്ന്
ഇപ്പോഴും ലച്ചു അത്ഭുതത്തോടെ ഓർക്കും. ഇതിനിടെ ഹരിതയ്ക്കും കല്യാണമായി. കിട്ടുന്നാള് ഗൾഫിൽ തന്നെയാണ്. വിവാഹം കഴിഞ്ഞാൽ അവളെ കൂടെ കൊണ്ടുപോകും. ഇതിനിടെ എന്ത് കാര്യത്തിലും ജമീല അൽത്താഫിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ലച്ചുവിനെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ പാല് കാച്ചൽ ചടങ്ങിന് മുൻപ് അവിടെ ബിസിനസ്സൊക്കെ മതിയാക്കി പാപ്പിയും ഇങ്ങ് പോരും. ലച്ചുവിൻ്റെ മടിയിൽ കിടക്കുകയാണ് അൽത്താഫ്. അവൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം അവൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി എന്നും ബാപ്പി ഇവിടെ കാണും അല്ലേ അലൂസേ? എന്നാണ് പറഞ്ഞത്. ഇവിടെ ചെറുതായി എന്തെങ്കിലും ബിസിനസ് നോക്കും എന്ന് തോന്നുന്നു. വലിയ തിരക്കൊന്നും ഇല്ലാതെ. അവൻ തിരിഞ്ഞവളുടെ വരൽ മുഖം അമർത്തി. ദേ അലൂസേ, മിണ്ടാതെ കിടന്നോ, എനിക്ക് ഇക്കിളിയാകുന്നുണ്ടേ. അവൻ്റെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ലച്ചു പറഞ്ഞു. പിന്നുണ്ടല്ലോ അലൂസേ, ഹരിതയ്ക്കും കുറച്ച് പാചകമൊക്കെ പഠിക്കണമെന്ന് എന്നോട് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. എക്സാം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്ക്. കല്യാണം എത്തിയില്ലേ, ഇനി 1.5 മാസമുണ്ട് കല്യാണത്തിന്. നീ ദിവസവുമൊക്കെ എണ്ണി വെച്ചിരിക്കണോ കുഞ്ഞു പാത്തുമോ? ലച്ചിനെ മടിയിൽ മലർന്നു കിടന്ന് അവളുടെ മുഖം പിടിച്ചതിൻ്റെ മുഖത്തേക്ക് താഴ്ത്തി അൽത്താഫ്.